ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 36-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം ഇങ്ങനെയാ പറയുക: ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമുക്ക് തന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ശിലാഹൃദയത്തെ കർത്താവിന് ആവശ്യമില്ലെന്ന് ചുരുക്കം. കല്ല് പോലെയുള്ള ഹൃദയങ്ങളെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് പുതിയ ഒരു ഹൃദയം തരും എന്ന് ഉറപ്പ് തരികയാണ്. പല കാരണങ്ങളാൽ കഠിനമായി പോകുന്നതാണ്. പല കാരണങ്ങളാൽ ഹൃദയം മന്ദീഭവിച്ചു പോവുകയാണ്. പല അസ്വസ്ഥതകളാൽ ഈ ഹൃദയം കല്ലുപോലെയായി രൂപാന്തരപ്പെടുമ്പോൾ കർത്താവ് പറയും: മോനെ, മോളെ, നിനക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം സമ്മാനിക്കാം, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കാം. പുതിയ ഹൃദയം ലഭിക്കുന്നതോടുകൂടെ തന്നെ ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അത് കർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ളൊരു വാഗ്ദാനം. നമുക്കറിയാലോ, നമ്മുടെ ഹൃദയം ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഈ ശരീരത്തിന് ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഹൃദയം, നമ്മളെല്ലാ ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യവും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ശരീരമൊക്കെ കുറേ അധികവും ആരോഗ്യമുള്ള അവസ്ഥയെ തന്നെയാണ്. ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ബാധിച്ചാൽ അത് തുടരെ മറ്റ് പല രോഗങ്ങൾക്കും കാരണമായി തീരാനും സാധ്യതയുണ്ട്. ടാപ്പ് തുറക്കുമ്പോൾ നല്ല വെള്ളം കിട്ടണമെങ്കിൽ ടാങ്കും ശുദ്ധിയാകണ്ടേ? ടാങ്കിലുള്ള വെള്ളവും നല്ല ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം, എന്നാലേ ടാപ്പ് തുറക്കുമ്പോൾ നല്ല വെള്ളം കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൃദയം, ഉള്ളിൻ്റെ ഉള്ളറകളിൽ, ഈ ഹൃദയത്തിൽ പരിശുദ്ധിയും നിഷ്കളങ്കതയും സ്നേഹവും വിശുദ്ധിയും വിശ്വാസവും എല്ലാ കൃപകളാലും പുണ്യങ്ങളാലും അലങ്കരിക്കപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം പുതിയ ഹൃദയമാണ്. കർത്താവ് സമ്മാനിക്കുന്നതാണ് അങ്ങനെ ഒരു ഹൃദയം. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഠിനമാക്കപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ മാറ്റം ചെയ്തിട്ട് മാംസളമായൊരു ഹൃദയം കർത്താവ് നമുക്ക് സമ്മാനിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ വലിയൊരു സമ്മാനമാണ്. ഇത് കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് തരാം, നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം രണ്ട് കൈയും നീട്ടിയിട്ട് വാങ്ങാൻ എത്രയധികം ഉത്സാഹം നമുക്ക് കാണിക്കാവോ അത്രയധികം ഉത്സാഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകട്ടെ. ഏതൊരു സാഹചര്യത്തിലും ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിന്ന് നന്മ മാത്രം പുറപ്പെടുവിക്കാൻ, സ്നേഹം മാത്രം പങ്കുവെക്കാൻ, അത് ഏറ്റവും അധികം വിശ്വാസത്തോടും വിശ്വസ്തതയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്കെപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ളത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം ഇങ്ങനെയാ പറയുക: ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ രീതിയിലുള്ള തിന്മകൾ വരിക എന്ന് പറയുന്നു. സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, എത്രയോ കാര്യങ്ങൾ. ഇത് മുഴുവനും വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്. അങ്ങനെയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ ഹൃദയത്തെ മാംസളമാക്കി മാറ്റണമെങ്കിൽ ഈ കല്ല് പോലെയുള്ള ഹൃദയത്തെ, ഇങ്ങനെയുള്ള തിന്മകളുടെ കേന്ദ്രമായി നിൽക്കുന്ന ഹൃദയത്തെ മുഴുവൻ മാറ്റം ചെയ്യണം. അത് മാറ്റി വെക്കണം. അത് ഇനി എടുത്ത് മാറ്റി വെച്ചാൽ തന്നെ പുതിയ ഹൃദയത്തിന് ഇടം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. എല്ലാ രീതിയിലുള്ള തിന്മകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. രണ്ട് രീതിയിൽ നമ്മുടെ ഹൃദയം ആകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് നല്ല വളക്കൂറുള്ള ഒരു നിലം പോലെ നമ്മുടെ ഹൃദയം ഒരുപക്ഷെ രൂപപ്പെട്ടിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചും വിശ്വസിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ ശരണം വെച്ചും അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴത്തിൽ വേരുപാകിയ ഒരു നല്ല വളക്കൂറുള്ള ഒരു നിലം പോലെ നമ്മുടെ ഹൃദയം ചിലപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ടാവും. എങ്കിലും 1000 നന്ദി പറയാം. അല്ല, നമ്മുടെ ഹൃദയത്തിൽ എല്ലാ തിന്മകളും ഉണ്ട്. ദൈവനിഷേധമുണ്ട്, അഹങ്കാരമുണ്ട്, വഞ്ചനയുണ്ട്, ചതിയുണ്ട്. എല്ലാ തിന്മകളുടെയും കേന്ദ്രമായിട്ടാണ് ഹൃദയം നിൽക്കുന്നതെങ്കിൽ ഈ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കാൻ, ഈ ഹൃദയത്തെ ഒന്ന് അതിനെടുത്ത് മാറ്റിക്കൊള്ളാൻ തന്നെ നമുക്ക് പറയാം. മാംസളമായ ഹൃദയം കർത്താവ് തരുമെന്ന് നമുക്ക് ഉറപ്പ് തരികയാണ് കർത്താവ്.
ഏതവസ്ഥയിലാണ് ഹൃദയമുള്ളതെങ്കിലും കർത്താവ് എടുത്ത് മാറ്റിക്കൊള്ളും. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറ്റില്ലല്ലോ. കർത്താവ് തന്നെ ഹൃദയത്തിൽ പലപ്പോഴും പലരും ഫോൺ ചെയ്തിട്ട് പറഞ്ഞ അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററെ, അങ്ങനെ പറഞ്ഞു പോയി, അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ അരുതാത്തതായിരുന്നു, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയി. എത്രയോ പ്രാവശ്യം നമ്മളിൽ തന്നെ വന്നുപോയ കുറവുകളെ ഓർത്ത് വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. ഇതാ കർത്താവ് പറയുന്നു, കുഞ്ഞേ, നിന്റെ ഹൃദയം ഇതാ എത്ര കല്ല് പോലെയുള്ളതാണെങ്കിലും ഞാനതിനെ മാംസളമാക്കി മാറ്റുകയാണ്, ഞാനതിനെ പുതിയതാക്കി മാറ്റുകയാണ്. പഴയത് വേണ്ടാന്ന് ചുരുക്കം, ഇതാ പുതിയത് തരാൻ കർത്താവ് ഒരുങ്ങുകയാണ്. വേണ്ടവരൊക്കെ വാങ്ങിച്ചെടുക്കണം കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നൊരു വാഗ്ദാനമായത്. ഈ വാഗ്ദാനം ഇന്നും നമ്മുടെ ഇടയിൽ പൂർത്തീകരിക്കാൻ കർത്താവ് ശ്രദ്ധാലുവാൻ. കർത്താവ് അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരാൻ, അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരാൻ സന്നദ്ധനാണ്. ഒന്ന് മനസ്സ് തുറന്നു വെച്ചാൽ, എൻ്റെ ഹൃദയം ഇങ്ങനെയാ കർത്താവേ എന്ന് ഒന്ന് പറഞ്ഞാൽ കർത്താവ് ഇതാ തരികയാ. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചില്ലേ? 51-ാമത്തെ സങ്കീർത്തനത്തിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അതിനർത്ഥം എന്നാ? നിർമ്മലമൊക്കെ പോയി, എല്ലാ ഹൃദയ നൈർമല്യവും നഷ്ടപ്പെട്ടു പോയി, പാപം മാത്രമേ ഉള്ളൂ, വഞ്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ തെറ്റുകളിലും വീണുപോയി. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ ദൈവമേ. അനുതാപത്തോടെയുള്ള, എന്നാൽ ശരണം ദൈവത്തിൽ മാത്രം വച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രാർത്ഥന സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ ഉയർത്തുകയാണ്. ഇതേ പ്രാർത്ഥന നമ്മുടെ ഉള്ളിലും നിറയട്ടെ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. എപ്പോഴും നിർമ്മലമായൊരു ഹൃദയം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരമെന്ന് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ ചോദിക്കണത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ, ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഹൃദയം തീർച്ചയായിട്ടും അതൊരു അൾത്താരയാണ്. അത് സ്നേഹത്തിൻ്റെ ഒരു അൾത്താരയാക്കി നമുക്ക് മാറ്റണം. ഈ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, ശൂന്യമാക്കപ്പെടലിൻ്റെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ എല്ലാ ബലിയർപ്പണങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധമായ ആൾത്താരയായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഒരുപാട് ബലിയർപ്പണങ്ങൾ വേണ്ടി വരും, ഒരുപാട് ബലിയർപ്പണങ്ങൾ. ഓരോ ദിവസവും എത്ര കാര്യങ്ങളാണ് കാഴ്ചവെക്കേണ്ടി വരിക, എത്ര അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. സ്നേഹം വാങ്ങുമ്പോൾ, സ്നേഹം കൊടുക്കുമ്പോൾ, അതൊക്കെ ചില സമയങ്ങളിൽ ഒരു ബലിയർപ്പണത്തിൻ്റെ തന്നെ അവസ്ഥയിൽ കൂടെ കടന്നു പോകാം. ചിലരെ ഉൾക്കൊള്ളണമെങ്കിൽ, ചിലരുടെ കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, ചിലരുടെയൊക്കെ കൂടെ നടക്കണമെങ്കിൽ, കൂടെ ജോലി ചെയ്യണമെങ്കിൽ എന്തോ ഒരു ബലിയർപ്പണം ആവശ്യമുള്ളത്. ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലേ, ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ആ വികാരം അത് നിറഞ്ഞു നിൽക്കുന്നവർക്ക് ഈ ഹൃദയം എന്നും ഒരു സ്നേഹത്തിൻ്റെ ആൾത്താരയാണ്. ഈ ഹൃദയത്തിൽ എന്നും സ്നേഹത്തിൻ്റെ അതൊരു ബലിയർപ്പണം നടക്കുന്ന അനുഭവങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. വിശുദ്ധ ലാബ്രോ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മോളെ, നിൻ്റെ ഹൃദയം അത് ജ്വലിക്കുന്ന ഹൃദയമാകണം. എന്തിന്? ദൈവത്തെ സ്നേഹിക്കാൻ. നിന്റെ ഹൃദയം ജ്വലിക്കുന്ന ഹൃദയമാകണം ദൈവത്തെ സ്നേഹിക്കാൻ. അയൽപക്കത്തുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ, സഹോദരങ്ങളെ സ്നേഹിക്കണമെങ്കിലോ നിന്റെ ഹൃദയം മാംസളമായ ഹൃദയമാക്കി മാറ്റുകയും വേണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം എപ്പോഴും ജ്വലിച്ചുകൊണ്ടേ നിൽക്കണം. തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ കാറ്റത്ത് ഒരു ചെറിയ കാറ്റ് വരാൻ തുടങ്ങുമ്പോഴേക്കും കെട്ടുപോകുന്ന ജ്വാലയല്ല, മറിച്ച് ആളിക്കത്തുന്ന, ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന, അനേകർക്ക് ജ്വലനം കിട്ടിക്കൊണ്ട് നിൽക്കുന്ന, ലഭിക്കാവുന്ന ഒരു വലിയ ജ്വലനം നിന്റെ ഹൃദയത്തിൽ സംഭവിക്കണം. എന്തിനാണെന്നറിയോ? ദൈവത്തെ സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കാൻ മാത്രം. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നിന്റെ ഹൃദയം ജ്വലിച്ചുകൊണ്ടേ നിൽക്കണം. അബ്രഹത്തിൻ്റെ കാര്യം ഓർക്കുന്നില്ലേ? അബ്രഹാം എത്ര വർഷം കാത്തിരുന്ന ഒരു മോനെ കിട്ടാൻ. എത്ര വർഷം. എത്രയോ ദമ്പതിമാർ ധ്യാന സെൻറ്ററിലേക്ക് വരുമ്പോൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ കിട്ടാൻ ഒന്ന് പ്രാർത്ഥിക്കണം. 12 വർഷമായി, 20 വർഷമായി, 25 വർഷമായി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സന്തോഷത്തോടെ വന്ന് പറഞ്ഞത് ഓർക്ക്, 25 വർഷം കഴിഞ്ഞിട്ട് ഇതാ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. എത്ര കാലം കാത്തിരുന്നിട്ടാണ്. അബ്രഹാം ഇതുപോലെ തന്നെയായിരുന്നു. വർഷങ്ങളോളം ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ കാത്തിരുന്ന് ഇസഹാക്കിനെ ലഭിച്ചു. ഇസഹാക്കിനെ കിട്ടി. താഴെയാണോ മേലെയാണോ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ കൊണ്ടു നടന്നു ഇസഹാക്കിനെ. അബ്രഹത്തിനും സാറായ്ക്കും വലിയ പെരുന്നാൾ, വലിയ ഉല്ലാസം പോലെയായിരുന്നു. എന്തോ ഒരു സന്തോഷമായിരുന്നു ഇസഹാക്കിനെ വളർത്താൻ. ആ കാലഘട്ടത്തിൽ 12 വയസ്സൊക്കെ ആയപ്പോഴാണ് പറയണത് ഇസഹാക്കിനെ ബലിയർപ്പിക്കണമെന്ന്.
ആദ്യം എന്താണേലും സാറായോട് പറഞ്ഞിട്ടുണ്ടാവും. അബ്രഹാം ഈ പറഞ്ഞത് ദൈവത്തിൻ്റെ ആവശ്യം, ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന് പറഞ്ഞ ആ കാര്യം ആദ്യം ചെന്നിട്ട് സാറായോട് പറഞ്ഞിട്ടുണ്ടാവും. നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സാറ അത് മുഖത്തുനിന്ന് വായിച്ചറിഞ്ഞിട്ട് കാര്യം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. എന്നാണേലും സാറ ഈ കാര്യം കേട്ടാൽ എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും? ഒരമ്മ വർഷങ്ങളോളം കാത്തിരുന്ന് ഈ മകന് ജന്മം കൊടുത്ത് വളർത്തി ഇത്രയും മിടുക്കനായി ഓടി നടക്കുന്ന ഒരു ആൺകൊച്ച്, എല്ലാ കാര്യത്തിലും സ്മാർട്ടായിട്ട് ഓടി നടക്കുന്ന ഒരു കൊച്ച്, ഈ കൊച്ചിനെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയെ സഹിക്കുക? ഈ അമ്മയുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന വേദനയുണ്ടല്ലോ, അന്നേരം തന്നെ അബ്രാഹത്തിന് ഒന്ന് എന്താ പറയുക, അത്രയും തിരിച്ച് വേദനിപ്പിക്കാൻ തോന്നിപ്പോവും. അത്രയും മനസ്സിൽ വേദന തോന്നിയിട്ടുണ്ടാവും. അബ്രാഹത്തോട് ഒന്നും പറയത്തില്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഇത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, ഇത് ദൈവം ആവശ്യപ്പെട്ടതാണ്. എന്ത് മറുപടി പറയും? ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ഉള്ളിൽ കിടന്ന് ഞെരുങ്ങുകയാണ് സാറ, ഉള്ളിൽ കിടന്ന് വേദനിക്കുകയാണ് സാറ. സാറ കരയുന്നുണ്ട്, ഒച്ചയെ കരയുന്നുണ്ട്, നിശബ്ദമായിട്ട് കരയുന്നുണ്ട്. അബ്രാഹത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആശ്വസിപ്പിക്കാൻ അബ്രാഹത്തിന് വാക്കുകളില്ല. ഇതാ മോനെയും കൊണ്ട് പോവാണ്. എന്തോ ഒരു മാനസിക സംഘടന അനുഭവിച്ചിട്ടുണ്ടാവും. പോണ വഴിയിലൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെയാ അപ്പ കുഞ്ഞാട്, ദൈവം തരും മോനെ. അതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ആ 3 വാക്ക്, ദൈവം തരും മോനെ, ആ 3 വാക്കൊക്കെ പറയാൻ എന്തോ ഒരു വിഷമിച്ചിട്ടുണ്ടാവും അബ്രാഹം. അബ്രാഹത്തിൻ്റെ ഹൃദയം കഠിനമായ ഹൃദയമല്ലായിരുന്നു, മാംസളമായ ഹൃദയമായിരുന്നു, ജ്വലിക്കുന്ന ഹൃദയമായിരുന്നു. അബ്രാഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസഹാക്കിനെ അല്ല, സാറയെ ബലി കഴിക്കണമെന്ന് പറഞ്ഞാലും അബ്രാഹം അത് ചെയ്യുമായിരുന്നു. അബ്രാഹത്തിന് മടിയില്ല. ദൈവമാണോ ആവശ്യപ്പെടുന്നത് എങ്കിൽ ചെയ്യാൻ ഇറങ്ങാൻ. ഇസഹാക്കിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പിടിച്ച് കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് കത്തിയെടുത്ത് കുത്താനോങ്ങുമ്പോൾ ഇസഹാക്കിൻ്റെ വായിൽ നിന്ന് അപ്പച്ചാന്നുള്ള വിളി ഒരിക്കലും മറക്കാൻ പറ്റാത്ത പോലെ മുഴങ്ങുന്നുണ്ട് ആ വിളി. അബ്രഹാം കേൾക്കാഞ്ഞിട്ടല്ല, ചെവി കേൾക്കാൻ മേലഞ്ഞിട്ടല്ല, അബ്രഹത്തിൻ്റെ കേൾവി ശക്തിക്ക് കുറവൊന്നും വന്നിട്ടില്ല. അബ്രഹാം കേട്ടു. ചങ്ക് പൊട്ടിയിട്ടുണ്ടാവും, അബ്രഹത്തിന് ചങ്ക് പൊട്ടിയിട്ടുണ്ടാവും. എങ്കിലും കത്തിയെടുക്കുകയാണ്. ഇനി മതി. പലരുടെയും, സാറായുടെയും ഇസഹാക്കിൻ്റെയും ഒന്നും നിലവിളി അബ്രഹത്തിൻ്റെ ബലിയർപ്പണത്തിന് തടസ്സമായി തീർന്നില്ല. ഇത് അബ്രഹാം കത്തിയെടുക്കുന്നു. ഉടനെ ദൈവം ഇടപെടുന്നു. കുഞ്ഞാടിനെ കൊടുക്കുക. മോറിയ എന്ന ആ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം കണ്ടു എന്നാണ്. നിൻ്റെ ഹൃദയത്തിൽ കണ്ണുനീര് വരുമ്പോൾ, നിൻ്റെ ഹൃദയം കീറി മുറിയുമ്പോൾ അത് ദൈവം കാണും. നിൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടിയിട്ട് കീറി മുറിയുമ്പോൾ, ദൈവത്തിന് വേണ്ടിയിട്ടോ, ദൈവം ആവശ്യപ്പെടുന്നതനുസരിച്ച് കീറി മുറിക്കാൻ നീ തയ്യാറാകുമ്പോൾ അത് ദൈവം കാണും. ഒരു സംശയവും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ഈ സമർപ്പണത്തിന്, നിൻ്റെ ഈ പങ്കുവെക്കലിന്, നിൻ്റെ ഈ ബലിയർപ്പണത്തിന് ദൈവം പ്രതിഫലം തന്നിരിക്കുക തന്നെ ചെയ്യും. സംശയിക്കേണ്ട മോനെ, സംശയിക്കേണ്ട സഹോദര, സംശയിക്കേണ്ട സഹോദരി. ഈ ബലിയർപ്പണമെല്ലാം വലിയ കൃപയിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. വലിയൊരു മുന്നോട്ടുള്ള കാൽവെപ്പ്, കൃപയിലെ നിറവിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. ഇസഹാക്കിൻ്റെ കരച്ചിൽ നിന്നെ പിന്തിരിപ്പിക്കല്ല്, സാറായുടെ കരച്ചിൽ നിന്നെ പിന്തിരിപ്പിക്കല്ല്. ദൈവം ആവശ്യപ്പെടുന്ന ബലിയർപ്പണങ്ങളെല്ലാം നിന്റെ ഹൃദയമാകുന്ന ആൾത്താരയിൽ എന്നും സംഭവിക്കണം. രാവിലെ മാത്രം പോരാ, ഉച്ചയ്ക്ക് മാത്രം പോരാ, ഏത് സമയത്തും നിന്റെ ദൈവം ആവശ്യപ്പെടുന്ന ബലിയർപ്പണം നിന്റെ ഹൃദയമാകുന്ന ആൾത്താരയിൽ സംഭവിച്ചേ പറ്റൂ. ഇത് പറ്റണമെങ്കിലാണ് നേരത്തെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഓർത്തത്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. ചിലരുടെ ഹൃദയത്തിൽ ഇസഹാക്ക് പല രൂപത്തിലാണ്. സമ്പത്തിൻ്റെ രൂപത്തിലാവും, ചില ആൾക്കാർക്ക് സ്ഥാനമാനങ്ങളാവും, ചിലർക്ക് സുഖ സൗകര്യങ്ങളാവും, ചിലർക്ക് പേര്, പ്രശസ്തി, അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ, ഉന്നതമായിട്ടുള്ള പദവികൾ, എന്തുവാകട്ടെ, ഏത് ഇസഹാക്കാണ് നിൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ആ ഇസഹാക്കിനെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് ആ ഹൃദയമാകുന്ന ആൾത്താരയിൽ കത്തിക്കിട്ട് കുത്താൻ മാത്രം നീ സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു സഹോദര. സന്നദ്ധത പ്രകടിപ്പിക്കണം സഹോദരി. കർത്താവ് ഇന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് അതാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. രസകരമായ സംഭവം നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അന്ന് അവിടെയുള്ളവരൊക്കെ വല്ലാതെ വേദനിച്ചു പോയി. വിശുദ്ധ അന്തോനീസ് കൊള്ളലാഭത്തിനെതിരെ, അമിതമായിട്ടുള്ള പലിശ ഈടാക്കുന്നതിനെതിരെയൊക്കെ ശക്തമായിട്ട് വചനം പങ്കുവയ്ക്കുമായിരുന്നു, ശക്തമായിട്ട് വാദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ പ്രദേശത്ത് ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ മരിച്ചു.
ഇദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ചരമപ്രസംഗം നടത്താൻ വിശുദ്ധ അന്തോനീസ് തന്നെ വരണമെന്ന് ബന്ധുമിത്രാദികൾക്ക് ഭയങ്കര നിർബന്ധം. അവർ വാശി പിടിച്ച് പറയാണ് വിശുദ്ധ അന്തോനീസ് തന്നെ വരണം, വേറെ ആരും വന്നാൽ പറ്റില്ല. അങ്ങനെ ഈ അന്തോനീസ് പുണ്യവാനെ അങ്ങ് കൊണ്ടുപോവാൻ ചരമപ്രസംഗം നടത്താൻ, മൃതസംസ്കാര ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരാൻ. അവിടെ ചെന്നു, സുവിശേഷം വായിച്ചു. ഇതാ ചരമപ്രസംഗം തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും എന്ന് പറഞ്ഞ ആ വചനഭാഗം ഉദ്ധരിച്ചിട്ടാണ് വിശുദ്ധ അന്തോനീസ് ഈ ചരമ പ്രസംഗം ആരംഭിച്ചത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ നമ്മുടെ വിശുദ്ധ അന്തോനീസ് പറയാൻ, ഈ സഹോദരൻ്റെ മൃതശരീരം ഇവിടെ സംസ്കരിക്കാൻ, ഈ പള്ളിയിൽ സംസ്കരിക്കാൻ അനുവാദമില്ല. കാരണം ഇദ്ദേഹത്തിന് ഹൃദയമില്ല. ഹൃദയമില്ലാത്തവൻ്റെ മൃതശരീരം പള്ളിക്ക് അകത്ത് വെക്കാൻ പോലും അനുവാദമില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ ഈ മൃതശരീരം ഇവിടെ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുപോകണം. എല്ലാവരും അസ്വസ്ഥരായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധുമിത്രാദികളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. ഇതെന്ത് കാര്യം ഇങ്ങനെ പറയണത്? ഈ അന്തോനീസ് എന്താ ഇങ്ങനെ പറയണത്? എല്ലാവരുടെയും മനസ്സിൽ ആകെ ഒരു അസ്വസ്ഥത. എല്ലാവരും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. വിശുദ്ധ അന്തോനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസിനും പോയില്ല. പറഞ്ഞ വാക്കിൽ തന്നെ ബലമായിട്ട് പിടിച്ചു നിന്നു. എന്നിട്ടോ ഇവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, പോയിട്ട് പണപ്പെട്ടിയിൽ പോയി നോക്ക്, എവിടെയാ ഹൃദയം ഇരിക്കണമെന്ന് പോയി നോക്കിയിട്ട് വാ. ഇവർ ചെന്ന് നോക്കി, പണപ്പെട്ടിയിൽ. അത്ഭുതമെന്നേ പറയണ്ടു, ഈ മനുഷ്യൻ്റെ തുടിക്കുന്ന ഹൃദയം പണപ്പെട്ടിയിൽ ചെന്നിരിക്കുകയാണ്. എല്ലാവർക്കും മാനസാന്തരത്തിലേക്ക് വരാൻ ഒരു വലിയ കാരണമായി തീർന്നു, വലിയൊരു കാരണമായി തീർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ പലതും വന്നു ചേരാൻ ഇടയുണ്ട്, പലരും വന്നു ചേരാനിടയുണ്ട്. പല സംഭവങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അബ്രാഹാം ഇസഹാക്കിനെ കൊടുത്ത പോലെ 100%, കുറച്ച് കുറച്ചായിട്ടല്ല, 50-50 അല്ല, ഘട്ടം ഘട്ടമായിട്ടല്ല, മുഴുവനും കൊടുക്കാൻ നീ മനസ്സ് വെച്ചാൽ നിന്റെ ഹൃദയമാകുന്ന ആൾത്താരയിലെ ബലിയർപ്പണം ദൈവം സ്വീകരിക്കുന്നു. നിനക്കൊരു പുതിയ ഹൃദയം കർത്താവ് സമ്മാനിക്കുകയും ചെയ്യാൻ. നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകണം, സ്നേഹം കൊണ്ടങ്ങ് നിറയണം, എന്നാലേ ബലിയർപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് നീ കൊടുക്കണതെങ്കിൽ അനേകർക്ക് നിന്റെ ദൈവത്തെ കാണാം, അനേകർക്ക് നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നുകർന്നെടുക്കാം, അനേകർക്ക് നിന്നിലൂടെ ദൈവത്തിൻ്റെ ശക്തി സംഭരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ലാബ്രോയുടെ വാക്കുകൾ തന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് ഓർക്കാം. അയൽപക്കത്തുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നിനക്ക് മാംസളമായിട്ടുള്ള ഒരു ഹൃദയം വേണം. മാംസളമായിട്ടുള്ളൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ആർക്കും സ്വീകരിക്കാം, ആർക്കും മനസ്സിലാക്കാം, ആർക്കും ഏത് സമയത്തും സമീപിക്കാം, ആർക്കും എങ്ങനെയും ഉൾക്കൊള്ളാം. വളരെയധികം എന്താ പറയുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉൾച്ചേരാനുള്ളൊരു കഴിവൊക്കെ ലഭിക്കുകയാണ് മാംസളമായിട്ടുള്ള ഹൃദയമുള്ളവർക്ക്. അങ്ങനെയുള്ളവർക്ക് ആരെയും വഞ്ചിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ളവർ ആർക്കും എതിരെ ഒരു വാക്കും പറയില്ല. കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും തെറ്റായിട്ട് വിധിക്കാനും ഒക്കെ പ്രേരണകളും പ്രലോഭനങ്ങളൊക്കെ ഒരുപാട് വരുമ്പോൾ അവർ വാ തുറക്കില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അവർക്ക് സ്നേഹിക്കാനേ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് നന്മ മാത്രമേ പറയാൻ പറ്റൂ. സമരിയാക്കാരി സ്ത്രീ ഓർക്കുന്നില്ലേ? അവളുടെ ഹൃദയത്തിൽ ഈശോ അല്ലായിരുന്നു, ദൈവമല്ലായിരുന്നു, ഒരുപാട് പേര്, എന്തോരം മനുഷ്യരായിരുന്നു അവളുടെ ഹൃദയത്തിൽ. ഈ സമരിയാക്കാരി അവരെയൊക്കെ അങ്ങ് മാറ്റി, ഓരോരുത്തരെ എടുത്ത് പെറുക്കി അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഈശോയെ കൊണ്ട് മനസ്സങ്ങ് നിറച്ചു. സമരിയാക്കാരി സ്ത്രീയെ ഈശോ വലിയ പ്രേക്ഷിതയാക്കി മാറ്റിയില്ലേ? സക്കേവൂസിൻ്റെ കാര്യം ഓർത്തേ. സക്കേവൂസ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ, കാശുണ്ടാക്കുന്ന കാര്യം ഓർത്താൽ സക്കേവൂസ് അവിടെ എത്ര റിസ്ക് എടുക്കണമെങ്കിലും റെഡിയാണ്. അത്രയധികം സമ്പത്തിനോട്, പൈസയോട്, കാശിനോട്, അതിനൊക്കെ ഒരു വലിയൊരു ആർത്തി പോലെയായിരുന്നു സക്കേവൂസ്. എല്ലാം ഇട്ടെറിഞ്ഞു, വിട്ടുകളഞ്ഞു സക്കേവൂസ്. എന്നിട്ടോ കർത്താവ് കൊടുത്ത രക്ഷ, സൗജന്യമായിട്ട് കൊടുത്ത, അതങ്ങ് ഏറ്റുവാങ്ങുകയാണ്. സൗജന്യമായ രക്ഷ ഈ സക്കേവൂസ് ഏറ്റുവാങ്ങുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൃദയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ കർത്താവിന്, കൊടുക്കണം കേട്ടോ കർത്താവിന്. അതൊരു ബലിയായിട്ട് മാറ്റണേ. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു സഹോദരൻ കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരു 25-26 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ്. ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ട്,
വല്ലാതെ തളർന്നിട്ടുണ്ട്. ഇത് പറയാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. നല്ലൊരു മിടുക്കൻ സുന്ദരക്കുട്ടപ്പൻ. നീ എന്ത് ജോലിയാണ് ചെയ്യുന്ന മോനെ? പറഞ്ഞു, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. എവിടെയാണ് ചെയ്യണത്? സ്ഥലമൊക്കെ പറഞ്ഞു, പേരൊക്കെ പറഞ്ഞു, ഇവൻ്റെ വീടൊക്കെ എവിടെയാണെന്ന് പറഞ്ഞു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ആകെ തകർന്നിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പ്രാർത്ഥിച്ചിട്ട് ദിവസങ്ങളായി, ഒന്ന് ചിരിച്ചിട്ട് നാളുകളായി, എനിക്കൊന്നും ആരെയും കാണണ്ട, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് മുഴുവൻ വിഷമിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. എന്തേ വിഷമോന്ന് ചോദിച്ചിട്ട് ഇവന് പറയാൻ പറ്റുന്നില്ല. ഞാൻ മോനെ, കൂട്ടുകാരെ എന്താ നിന്നെ വേദനിപ്പിച്ചോ? നീ ഒത്തിരി സ്നേഹിച്ചവർ നിന്നെ തള്ളിക്കളഞ്ഞോ? ഇത് കേൾക്കെ ഉറക്കെ പിന്നെ അങ്ങ് കരയാൻ തുടങ്ങുകയാണ്, ഒച്ചത്തിൽ കരയാണ്. പക്ഷെ എന്തിനാ എൻ്റെ മോൻ കരയണത്? എന്താ വിഷമം ഉണ്ടായി? തുറന്ന് പറയും. അങ്ങനെ ഇവൻ പറയുമായിരുന്നു, ഒരു പെൺകൊച്ചായിട്ടൊരു തെറ്റായ ബന്ധത്തിലേക്കൊക്കെ പോയി, ഒരുപാട് വിശ്വസിച്ചു ഇവളെ സഹായിക്കുമെന്ന്, ഇവളെ കൂടെ നിൽക്കുമെന്ന്, എത്ര പ്രശ്നമുണ്ടെങ്കിലും ഇവൾ ഇട്ടിട്ട് പോകില്ല എന്ന് ഇവനങ്ങ് വിശ്വസിച്ചു ഈ സഹോദരിയെ. എന്നിട്ടോ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുകയില്ല, എനിക്ക് വേണ്ടാന്ന് അവളിട്ടിട്ട് പോയി. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. അവളങ്ങ് വിട്ടു വളരെ കൂളായിട്ട്. പക്ഷേ ഈ മകൻ്റെ ഹൃദയം തകർന്നു പോയി. ഈ മകൻ്റെ ഹൃദയം എന്നോട് ഇവൻ ഇങ്ങനെയാണ് പറഞ്ഞു, സിസ്റ്ററെ അവൾക്ക് വേറൊരു ബന്ധമുണ്ട്, എനിക്ക് അവൾ വേറെ എങ്ങനെ പോയാലും എന്ന് തിരിച്ചു വന്നാലും ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്, അവൾ ഏത് രീതിയിൽ കൂടെ പോയാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ അവൾ തിരിച്ചു വരണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത്. ഈ മോൻ്റെ കരച്ചിൽ ഞാൻ ഓർക്കുക. ഒരുപാട് പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല, ഒത്തിരി പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല. ഈ സഹോദരൻ ഒത്തിരി നിന്ന് കരഞ്ഞു. കുറേ അധികം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, ഈശോയുടെ അടുത്ത് വന്നിരിക്കുക, ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് വന്നിരിക്കുക, സ്വസ്ഥമായിട്ട് ഈശോയുടെ അടുത്ത് വന്നിരുന്നിട്ട് എത്രയധികം നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കുക. ഉടനെ ഇവൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല സിസ്റ്ററെ, വേണ്ട, നീ ഈശോയുടെ അടുത്ത് വന്നിട്ട് ചുമ്മാ ഈശോയെ നോക്കിയിരുന്നാൽ മതി, ഒന്നും നീ പറയണ്ട. ഞാൻ ഓർക്കുന്നു, ആ നാളുകളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇവൻ വന്നിട്ട് കാണണമെന്ന് പറയായിരുന്നു. 1-2 മിനിറ്റൊക്കെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു വിടും, മോനെ ചെല്ല്, പള്ളി ചെല്ല്, ഈശോയുടെ അടുത്ത് പോയിരുന്ന പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, എൻ്റെ അടുത്തേക്ക് വരികയല്ല, നേരെ ഈശോയുടെ അടുത്തേക്ക് പോകും. എനിക്ക് സന്തോഷം തോന്നി, ഈശോയിലേക്ക് അവൻ വന്നു. അങ്ങനെ എന്നും എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിരുന്നു ആ നാളുകളിൽ. അന്ന് ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നിട്ടുള്ള സാഹചര്യമാണ്, അതുകൊണ്ട് സമയമുണ്ട്. അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ വരും. കോൺവെൻറ്റ് ചാപ്പലിൽ വന്നിരുന്നിട്ട് ഏറ്റവും പുറകിൽ ആ ബെഞ്ചിൽ വന്നിരിക്കും. ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് വാച്ച് ചെയ്യും ഇവൻ എന്നാ ചെയ്യുന്നതെന്ന്. ഇവൻ ആ പുറകിലത്തെ ബെഞ്ചിൽ വന്നിട്ട് ഇതിങ്ങനെ ഒരു ഒറ്റ നോട്ടമാണ് കർത്താവിൻ്റെ മുഖത്തേക്ക്. ചിലപ്പോൾ കാണാം കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നത്. സിസ്റ്റേഴ്സൊക്കെ വന്ന് പറയായിരുന്നു, ആ പയ്യൻ എന്തേ ചാപ്പലിൽ പുറകിൽ വന്നിരുന്ന് കരയുന്നേ, പറഞ്ഞിട്ടുണ്ട് എന്നോട് പലരും വന്നിട്ട്. അന്നേരമൊക്കെ അവനങ്ങ് കരഞ്ഞു പോട്ടേന്ന് തന്നെയാണ് ഓർക്കാറ്. ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ, ഈ മകൻ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് മിടുമിടുക്കനായി അവൾ പോകുന്നെങ്കിൽ പോട്ടെ, അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളോട് വിഷമവുമില്ല, പിണക്കവുമില്ല, അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ വേറെ കല്യാണമൊക്കെ കഴിച്ചു. ഈ മോൻ ഇതാ പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ്റെ മാതാപിതാക്കന്മാരെ അവനെ കൈപിടിച്ച് നയിച്ചു. മിടുക്കിയായിട്ടുള്ളൊരു ഭാര്യ, നല്ലൊരു കൊച്ചിൻ്റെ അപ്പച്ചനായി ഇന്നവൻ നല്ല സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് സന്തോഷത്തോടെ നന്ദി പറയായിരുന്നു. അന്നത്തെ ആ കണ്ണുനീരിനൊക്കെ ഈശോ എനിക്ക് സമ്മാനം തന്നു സിസ്റ്ററെ. ആ പെൺകൊച്ചിനേക്കാൾ ഇരട്ടി സ്നേഹം തരുന്ന, ഒരുപാട് സ്നേഹം മാത്രം തരുന്ന നല്ലൊരു മകളെ എനിക്ക് ഈശോ സമ്മാനമായിട്ട് തന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഹൃദയത്തിൻ്റെ ബലിയർപ്പണം അത് എത്രയധികം വേദനയോടെയാണ് നീ കൊടുക്കുന്നതെങ്കിൽ അത് മുഴുവനും കാണുന്നവനാണ് നിൻ്റെ കർത്താവ്, അത് മുഴുവനും കാണും നിൻ്റെ ദൈവം, അത് മുഴുവനും സ്വീകരിക്കും നിൻ്റെ ദൈവം. ഹൃദയത്തിലെ അശുദ്ധിയെല്ലാം, ജഡികത മുഴുവൻ, ആസക്തികൾ മുഴുവൻ, തഴക്കദോഷങ്ങൾ മുഴുവൻ, വഞ്ചനയും ചതിയും അഹങ്കാരവും സ്വാർത്ഥതയും അസൂയയും എന്ന് വേണ്ട എല്ലാ തിന്മകളെയും നമുക്ക് ഉപേക്ഷിക്കണം, എല്ലാം നമുക്ക് മാറ്റിവെക്കണം, എല്ലാം നമുക്ക് മറന്നു കളയണം. എന്നിട്ടോ പുതിയൊരു ഹൃദയം എൻ്റെ ഉള്ളിൽ എനിക്ക് വളർത്തിയെടുക്കാൻ, അത് കർത്താവ് സമ്മാനിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം. കർത്താവിൻ്റെ സ്വരം ഉള്ളിൻ്റെ ഉള്ളിൽ, നീ എൻ്റെ മാത്രമാണ് കേട്ടോ, ഞാൻ നിൻ്റേതും നീ എൻ്റേതും. ഈ ഒരു സ്വരം അന്തരാത്മാവിൽ പറയുമ്പോൾ അമ്മ ത്രേസ്യ പറഞ്ഞ പോലെ, കർത്താവേ ഞാൻ എന്നെക്കുറിച്ച് എല്ലാ കാര്യവും മറക്കുകയാണ്, എനിക്ക് എന്നെക്കുറിച്ച് ഇനി ഒരു ചിന്തയേ ഇല്ല, പക്ഷെ ഒറ്റ കാര്യം, എനിക്ക് നിന്നെ മാത്രം മതി, അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അത് മാത്രം ഞാൻ തേടുന്നു. ലീമായിലെ വിശുദ്ധ റോസ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, സഹോദരങ്ങളെ, ഒരു ഹൃദയം ഉണ്ടായിട്ട് ആ ഹൃദയം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജ്വലിക്കുന്നില്ല എങ്കിൽ ആ ഹൃദയം കൊണ്ട് എന്താ ഗുണം? അത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജ്വലിക്കുന്നൊരു ഹൃദയം അല്ല എങ്കിൽ ആ ഹൃദയം കൊണ്ട് എന്താ ഗുണം? നമ്മുടെ ഹൃദയത്തിൽ ഈശോ നിറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹം നിറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ ശക്തി നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ഈ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ, ഈ ഹൃദയം ഈശോയുടെ ശാന്തത പോലെ, ഈശോയുടെ ക്ഷമ എൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ, ഈശോയുടെ ശക്തി എൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം
അങ്ങയുടെ ഹൃദയം പോലെ ആക്കണേ. പ്രാർത്ഥിക്കാറില്ലേ? നമുക്കും പ്രാർത്ഥിക്കാം. ഈ സമയം ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ആത്മാർത്ഥമായി ആ പ്രാർത്ഥനയൊന്ന് ഹൃദയത്തിലേറ്റു ചൊല്ലാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. എൻ്റെ ഹൃദയത്തിലെ അശുദ്ധിയെല്ലാം നീക്കം ചെയ്ത് എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും വിശ്വാസം കൊണ്ടും നിറച്ചു തരണേ. അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയം രൂപാന്തരപ്പെടുത്തണമേ. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണേ, എപ്പോഴും സഹായിക്കണേ. പുതിയ ഹൃദയം ഏറ്റുവാങ്ങാൻ, പഴയതിനെ മാറ്റിവെക്കാൻ, പുതിയ ശക്തി കൊണ്ട് നിറയാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ അമ്മേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.